കൈലാസ ശിഖരത്തിലുള്ള സൗഗന്ധിക വനത്തിൽ തൻ്റെ പ്രിയതമയ്ക്കായുള്ള കല്യാണ സൗഗന്ധികം തേടി ഭീമൻ എത്തിച്ചേർന്നു. എന്നാൽ കുബേരന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശവും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊയ്കയും പുഷ്പവും ആകുന്നു അവ. കല്യാണ സൗഗന്ധിക പുഷ്പം വളരുന്ന പൊയ്കയ്ക്ക് കാവലായി അതിനാൽ തന്നെ ആ യക്ഷരാജാവ് ധാരാളം രാക്ഷസന്മാരെ കാവലിനായി നിർത്തിയിരുന്നു. ആരുടെയും സമ്മതം കൂടാതെ തന്നെ. എന്നാൽ ഭീമസേനൻ അതിലിറങ്ങി പുഷ്പങ്ങൾ പറിക്കുവാൻ തുടങ്ങി. ഇതിൽ കോപിഷ്ഠരായ രാക്ഷസന്മാർ ഭീമസേനനുമായി ഏറ്റുമുട്ടി. ആ വേള ചില അനർത്ഥങ്ങൾ പ്രത്യക്ഷമായി. ഭീമനും ക്രോധവശന്മാരും തമ്മിൽ ഇടയുന്ന സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് ചില ദുർനിമിത്തങ്ങൾ കണ്ടു. യുദ്ധസൂചനകളായ പ്രകൃതിക്ഷോഭം ഉണ്ടായി. കൊടുങ്കാറ്റ് വീശി, ചരൽക്കല്ലുകൾ വർഷിച്ചു, ഘോരമായ ചുഴലിക്കാറ്റ് ഉണ്ടായി, വലിയ കൊള്ളിമീനുകൾ വന്നു വീണു, ഭയങ്കരമായി ഇടിവെട്ടി, തമസ് മൂടി, രശ്മികൾ മറഞ്ഞു, സൂര്യൻ നിഷ്പ്രഭനായി തീർന്നു. ഭയങ്കരമായ പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിച്ചു. എല്ലായിടവും പൊടിപടങ്ങൾ കൊണ്ട് മൂടി. ദിക്കൊക്കെ അരുണവർണ്ണമായി. പക്ഷികളും മൃഗങ്ങളും അശുഭസൂചനകളായി ശബ്ദങ്ങൾ കേൾപ്പിച്ചു. എല്ലാ ദിക്കിലും ഇരുട്ട് വ്യാപിച്ചു. ഇപ്രകാരം ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ യുധിഷ്ഠിരന് അത്ഭുതമായി. യുദ്ധദുർമരന്മാരായ പാണ്ഡവന്മാരെ ഭദ്രം സംഭവിക്കട്ടെ. ശത്രുക്കളാരോ നമ്മോടെതിർക്കുവാൻ വരുന്നുണ്ടെന്ന്. പരാക്രമം കാണേണ്ട സമയത്ത് അത് വന്നിരിക്കുന്നു. ഉടനെ നാം യുദ്ധസന്നദ്ധർ ആകേണ്ടതുണ്ട് എന്ന് മറ്റ് സഹോദരന്മാരായ നകുലനോടും സഹദേവനോടും പറയുന്നു യുധിഷ്ഠിരൻ. ആ വേള അർജുനനും അവിടെ ഉണ്ടായിരുന്നില്ല. പാശുപതം കരസ്ഥമാക്കുവാൻ അദ്ദേഹവും പുറപ്പെട്ടിരുന്ന കാലം ആയിരുന്നു. യുധിഷ്ഠിരൻ പാഞ്ചാലിയോട് പറഞ്ഞു, ഹേ കല്യാണി, ഭീമൻ എവിടെയാണ്? വല്ല കാര്യത്തെപ്പറ്റിയും ചിന്തിച്ചവൻ വല്ലോടത്തും ഇരിക്കുകയാണോ? അതോ സാഹസപ്രിയനായ വീരൻ വല്ല അപകടത്തിലും ചെന്ന് പെട്ടോ? ഘോരമായ യുദ്ധത്തെ സൂചിപ്പിക്കുന്ന ദുർനിമിത്തങ്ങളാണ് ചുറ്റും. ഇത് കേട്ടപ്പോൾ മനസ്വിനിയും ചാരുഹാസിനിയുമായ കൃഷ്ണ, യുധിഷ്ഠിരന്റെ പ്രിയതമ, ഇങ്ങനെ മറുപടി പറഞ്ഞു. മഹാരാജാവേ, ഇവിടെ ഒരു സൗഗന്ധിക പുഷ്പം കാറ്റടിച്ച് കൊണ്ടുവന്നു. ആ പുഷ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ഭീമനെ കാണിച്ചു കൊടുത്തു. അത്തരം പുഷ്പങ്ങൾ വേണ്ടുവോളം കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാബാഹു വടക്ക് കിഴക്ക് ഭാഗത്തേക്കായി പോയിരിക്കുകയാണ്. ഇത് കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, നാം ഉടനെ ബൃഹോദരൻ പോയിടത്തേക്ക് പോകണം. പുത്ര ഘടോൽഗജ, ദേവതുല്യയായ കൃഷ്ണയെ നീ എടുക്കണം. ഭീമൻ ഇപ്പോൾ വളരെ ദൂരത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവൻ വളരെ നേരമായി പോയിട്ട്. വായുതുല്യമായ വേഗത്തിൽ അവൻ കടന്നു പോയിട്ടുണ്ടാവും. നമുക്ക് എത്രയും വേഗം തന്നെ ഭീമസേനന്റെ സമീപത്ത് എത്തിച്ചേരണം. ബ്രഹ്മവാദികളായ സിദ്ധന്മാരെ സംബന്ധിച്ച് ഭീമൻ വല്ല അപരാധവും ചെയ്യുന്നതിന് മുൻപ് നാം അവിടെ എത്തണം. ഉടനെ ധർമ്മജൻ പറഞ്ഞത് അനുസരിച്ച് ഘടോൽക്കജൻ തുടങ്ങിയ രാക്ഷസന്മാർ കൃഷ്ണയെയും പാണ്ഡവരെയും വിപ്രവന്മാരെയും എടുത്ത് ലോമശനോട് കൂടി പുറപ്പെട്ടു. രാക്ഷസന്മാർക്ക് അറിയാം കുബേരനളിനി എവിടെയാണെന്നും മനോഹരമായ സൗഗന്ധിക പൊയ്ക എവിടെയാണെന്നും. ഭംഗിയേറിയ ആ വനത്തിൽ അവർ യാതൊരു താമസവും കൂടാതെ എത്തിച്ചേർന്നു. ആ പൊയ്കയുടെ തീരത്ത് ക്രോധത്താൽ കണ്ണുകൾ നിശ്ചലം തുറച്ച് മിഴിച്ച് ചുണ്ടുകടിച്ച് ദണ്ഡേന്തി അന്തകൻ പ്രളയകാലത്ത് നിൽക്കുന്നത് പോലെ ഗദ ഓങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഭീമനെ കണ്ടു. കണ്ണും കൈയും കാലും തലയും മുറിഞ്ഞു ചതഞ്ഞ് മരിച്ചു കിടക്കുന്ന രാക്ഷസന്മാരെയും യുധിഷ്ഠിരൻ കണ്ടു. ഓടിച്ചെന്ന് ഭീമനെ കെട്ടിപ്പിടിച്ച് വീണ്ടും വീണ്ടും സാന്ത്വനം ചെയ്തു. ഭീമ, നീ എന്ത് സാഹസമാണ് ചെയ്തത്? ദേവന്മാർക്ക് പ്രിയമല്ലാത്ത ഈ കർമ്മം എന്തിനാണ് നീ ചെയ്തത്? എനിക്ക് പ്രിയം ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരം സാഹസങ്ങൾ ചെയ്യരുത്. നിനക്ക് നന്മ ഭവിക്കട്ടെ. ഇങ്ങനെ യുധിഷ്ഠിരൻ ഉപദേശിച്ചപ്പോൾ ഭീമൻ ശാന്തനായി. താൻ അറുത്തെടുത്ത പുഷ്പങ്ങളെല്ലാം യുധിഷ്ഠിരന്റെ കയ്യിൽ കൊടുത്തു. യുധിഷ്ഠിരൻ അത് വാങ്ങി. പിന്നെ സുരോപവന്മാരായ പാണ്ഡവന്മാർ ആ സരസിൽ ഇറങ്ങി വിഹരിച്ചു. ഈ കാലഘട്ടത്താണ്
ആ വനരക്ഷകന്മാരായ രാക്ഷസന്മാർ അവിടെ തിരിച്ചു വന്നത്. ശിലായുധന്മാരായ ആ മഹാകായന്മാർ ഭീമസേനന്റെ സമീപത്ത് നിൽക്കുന്ന ധർമ്മരാജാവിനെയും ലോമശ മഹർഷിയെയും കണ്ടു. മറ്റ് മഹർഷികളെയും നകുല സഹദേവന്മാരെയും കണ്ടു. വിനീതരായി നമസ്കരിച്ചു. ധർമ്മരാജാവ് അവരെ സാന്ത്വനം ചെയ്തു. പിന്നെ കുബേരന്റെ സമ്മതത്തോടെ പാണ്ഡവന്മാർ കൂട്ടുകാരോടുകൂടി ആ പുണ്യപ്രദേശത്ത് കുറെ നാൾ പാർത്തു. ആ ഗന്ധമാന പ്രദേശത്ത് ഭീവത്സുവിനെ കാണുവാനുള്ള ആശയോടുകൂടി ആ കുരുനന്ദനന്മാർ അധിവസിച്ചു. അവിടെ കുറച്ചുനാൾ താമസിക്കുന്ന കാലത്ത് ഒരു ദിവസം ധർമ്മരാജാവ് ഭ്രാതാക്കളോടും കൃഷ്ണയോടും ബ്രാഹ്മണരോടും ചേർന്നുകൊണ്ട് അവിടെ അവരുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നാം ഇപ്പോൾ പല പുണ്യപ്രദേശങ്ങളിലും ശിവങ്ങളിലും തീർത്ഥങ്ങളിലും എത്തിച്ചേർന്നു. മനസ്സിന് ആഹ്ലാദം തരുന്ന പല വനപ്രദേശങ്ങളും കണ്ടു. മഹാത്മാക്കളായ ദേവന്മാരും മുനിമാരും കൂട്ടമായി പണ്ട് ഉപവസിച്ചിരുന്ന പുണ്യപ്രദേശങ്ങൾ ബ്രാഹ്മണരാൽ ഇന്നും പൂജിക്കപ്പെടുന്നവ ആകുന്നു. പണ്ടത്തെ പല മഹർഷിമാരുടെ ചരിത്രങ്ങളും രാജഋഷിമാരുടെ ചരിത്രങ്ങളും മറ്റും പല സൽക്കഥകളും അതാത് പുണ്യാശ്രമ പ്രദേശത്ത് വെച്ച് കേട്ടു. വിപ്രവന്മാരോടുകൂടി ആ പുണ്യസ്ഥലങ്ങളിൽ യഥാവിധി സ്നാനം ചെയ്യുകയും ചെയ്തു. അവിടെ നിന്ന് ലഭിച്ച ഫലമൂലാദികൾ കൊണ്ട് പിതൃക്കൾക്ക് തർപ്പണവും ചെയ്തു. രമ്യമായ പർവ്വതങ്ങൾ, പുഴകൾ, പൊയ്കകൾ, മഹാപുണ്യമായ സമുദ്രങ്ങൾ എന്നിവയും നമ്മൾ കണ്ടു. അവിടെയെല്ലാം കുളിക്കുകയും ചെയ്തു. ഇള, സരസ്വതി, സിന്ധു, യമുന, നർമ്മദ എന്നീ പുണ്യനദികളുടെയും മറ്റനേകം രമ്യതീർത്ഥങ്ങളിലും ദ്വിജന്മാരോടുകൂടി തീർത്ഥസ്നാനവും ചെയ്തു. ഗംഗാദ്വാരം കടന്ന് പല പുണ്യാലയങ്ങളിലും വളരെ ദ്വിജന്മാർ ചുഴുന്ന ഹിമാദ്രികളിലും അതിൽ വിശാല എന്ന ബദരീവൃക്ഷവും നരനാരായണ ആശ്രമവും നമ്മൾ കണ്ടു. സിദ്ധന്മാരായ ദേവഋഷികൾ സേവിക്കുന്ന ഈ ദിവ്യമായ സരസും നമ്മൾ കണ്ടു. യഥാക്രമം വിശേഷിച്ച് ദിവ്യക്ഷേത്രങ്ങളെയും ആത്മാവായ ലോമശൻ നമുക്ക് കാട്ടിത്തന്നു. ഹേ ദ്വിജന്മാരെ, ഇനി നമുക്ക് വൈശ്രവണന്റെ പുണ്യവും സിദ്ധിനിഷ്ഠവുമായ ആവാസത്തിലേക്ക് പോകാം. ഭീമ, കുബേരാലയത്തിലേക്ക് പോകേണ്ട മാർഗത്തെ നീ ചിന്തിച്ചു കാണുക. ഇപ്രകാരം യുധിഷ്ഠിരൻ പറഞ്ഞ സമയത്ത് ഒരു അശരീരി വാക്ക് കേട്ടു. ആ വാക്ക് ഇപ്രകാരം ആകുന്നു: ഇനി ഇവിടുന്ന് അങ്ങോട്ട് ദുർഗമമാണ്. കുബേരന്റെ ആശ്രമത്തിലേക്ക് ഈ വഴിക്ക് പോരുവാൻ പറ്റുകയില്ല. വന്ന വഴി തന്നെ നിങ്ങൾ മടങ്ങി പൊയ്ക്കൊള്ളുവിൻ. ഇനി ആദ്യം ബദ്രിയാശ്രമത്തിലേക്ക് പോവുക, ആ നരനാരായണന്മാരുടെ ആലയത്തിലേക്ക്. പിന്നെ സിദ്ധചാരണ സേവിതവും പുഷ്പങ്ങളും ഫലങ്ങളുമുള്ളതുമായ വൃഷപർവാവിന്റെ ശുദ്ധമായ ആശ്രമത്തിലേക്ക് പോവുക. അതും കടന്നു പോയാൽ ആർട്ടിഷേണാശ്രമത്തിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്നും നോക്കിയാൽ കാണുവാൻ സാധിക്കും രാജാവേ, ധനേശ്വരന്റെ രാജധാനി. ഉടനെ ദിവ്യമായ ഗന്ധം വഹിച്ച് ശുദ്ധമാരുതൻ വീശുകയും സൗഖ്യമുണ്ടാകുകയും ചെയ്തു. പുഷ്പവൃഷ്ടികളും ഉണ്ടായി. ആകാശത്ത് നിന്ന് കേട്ട ഈ ദിവ്യമായ വാക്യം പുറപ്പെട്ടത് ഏവരും കേട്ട് അത്ഭുതപ്പെട്ടു. ഋഷിമാരും ബ്രാഹ്മണന്മാരും രാജാക്കന്മാരും കേൾക്കത്തക്ക വിധം പുറപ്പെട്ട ആ ആകാശവാണി ധൗമ്യനെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: അവഗണിക്കുവാൻ വയ്യ, പറഞ്ഞതുപോലെ തന്നെ ചെയ്യും. ധൗമ്യൻ പറഞ്ഞത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ ആ വാക്യം സ്വീകരിച്ചു. പറഞ്ഞതുപോലെ തന്നെ നരനാരായണ ആശ്രമത്തിൽ തിരിച്ചു വന്നു. ഭീമസേനോട് കൂടിയ അനുജന്മാരെയും പാഞ്ചാലിയോട് കൂടിയ ബ്രാഹ്മണരെയും അവരോട് എല്ലാവരോടും ചേർന്ന് യുധിഷ്ഠിരൻ അവിടെ പാർത്തു.